ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നിവിടെ എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു സിമ്പിൾ ഫേസ് പാക്കാണ് കേട്ടോ. വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ, അതായത് ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തിരിക്കാനും അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ, പിഗ്മെൻറ്റേഷൻ റിമൂവ് ചെയ്യാൻ, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ, ഇതൊന്നും പോരാതെ നമ്മുടെ എന്താ പറയുക ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാനും ജസ്റ്റ് ഫേഷ്യൽ ഹെയർസിനൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഫേസൊക്കെ ഒന്ന് ബ്രൈറ്റൺ ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്കിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ഈ വീഡിയോ കണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ ബെല്ല് ഓൺ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലോട്ട് പോവാം. അതിനു മുമ്പ് ഞാനിവിടെ ഫേസ് വാഷ് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ക്ലൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലത്തെ ഒരു ചെറിയ കുട്ടി ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നേച്ചേഴ്സിൻ്റെ ജെൽ ഫേസ് വാഷാണ് കേട്ടോ. ആൻറ്റി പൊല്യൂഷൻ ജെൽ ഫേസ് വാഷ് ആക്റ്റീവ് ചാർക്കോൾ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഫേസ് വാഷ്, അതായത് നേച്ചേഴ്സിൻ്റെ ആൻറ്റി പൊല്യൂഷൻ ജെൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടാണ് നമ്മുടെ ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫേസ് വാഷ് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പറയുക ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുപയർ പൊടിയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചെറുപയർ പൊടി എടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞളുടെ പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3ഉം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. കാരണം ഇതുണ്ടോ, ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. കണ്ടോ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോഴേക്കും ഏകദേശമൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ തണുത്ത വെള്ളത്തിൽ വേണം വാഷ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം 15 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ യാതൊരു തരത്തിലുള്ള സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട. നാച്ചുറലായിട്ട് സാധാ തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരാം ഒരു 2 മിനിറ്റ്സ്. അപ്പോൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഇത്. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ നാച്ചുറൽ ഹോം റെമഡീസിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് കേട്ടോ.
നമ്മൾ ഏതൊരു ഫേസ് പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഫേസിലോട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഒന്നെങ്കിൽ ഈ ഒരു പോർഷനിലോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലോ ആയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഏതൊരു ഫേസ് പാക്കായാലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഫേസ് പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.